നമസ്കാരം. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വീണ്ടും സൈനിക പ്രകോപനമുണ്ടായാൽ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ താക്കീത് ചെയ്തിരിക്കുന്നത്. നിലവിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശമുള്ള ഇറാൻ അത് 90%ത്തിലേക്ക് ഉയർത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവായുധം നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആവശ്യമായി വരുന്നത്. ഇറാൻ പാർലമെന്ററി സമിതി വക്താവ് ഇബ്രാഹിം റസായിയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇത് കൈമാറാം എന്ന് ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. തങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ മറ്റൊരു ആക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം 90%ത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നത് രാജ്യം ഗൗരവമായി തന്നെ പരിഗണിക്കും. ഇക്കാര്യത്തിൽ പാർലമെന്റ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ കടുത്ത നിലപാട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ പക്കൽ ഇപ്പോഴുള്ള 400 കിലോഗ്രാമിലധികം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ട് വന്നുവെന്ന് പറയപ്പെടുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായാണ് ഇറാൻ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന കൂടി ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന യുഎസിന്റെ ആവശ്യവും ഇറാൻ തള്ളിയിട്ടുണ്ട്. ഇറാന്റെ ഈ നീക്കം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായി ഇറാനിലെ യുറേനിയം ശേഖരം നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം നിർദ്ദേശങ്ങൾക്ക് ഇറാൻ ആദ്യം നൽകിയ മറുപടി തികച്ചും അസ്വീകാര്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ലഭിച്ച ഇറാന്റെ മറുപടി തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും സമാധാന ചർച്ചകൾ ഇതോടെ അനിശ്ചിതത്വത്തിലായെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ സമാധാന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തടസ്സമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.